ഹായ്. നമ്മളെ ഇൻഫ്ലേഷൻ പിന്നെ പണപ്പെരുപ്പം ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വരെ എൻ്റെ മിനിമലിസം കറക്റ്റായിട്ട് തന്നെ പോയി കേട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ സോ നത്തിങ് മോർ സ്പെൻഡ്. അധികവും തുണികളും ബ്യൂട്ടി പാർലറും അതൊക്കെയാണ് കേട്ടോ ഞാൻ അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സോ മിനിമലിസത്തിൽ എപ്പോഴും ജീവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും നമുക്ക് ബോറടിക്കും. അപ്പോൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അതൊരു കാര്യം. സെക്കൻഡ് തിങ് വാട്ട് ഐ വോണ്ട് ടു ടെൽ ഈസ്, കുറേ പേരിങ്ങനെ ചോദിക്കണ്ടേ, ബാങ്കുകളിൽ പണം വെക്കുന്നതാണോ അതോ നമ്മൾ പല ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇടുന്നതാണോ നല്ലതെന്ന് നോക്കൂ. അതിന് ഒറ്റ ഉത്തരമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബാങ്കുകളിൽ പണം വെക്കുന്നത് എപ്പോഴും ഒരു സുരക്ഷിതമായിട്ട് ഇരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. പക്ഷേ ആ ഇരിപ്പായി പോകും കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1972 ഞാൻ ജനിച്ച ആ സമയത്ത് 220 രൂപയാണ് 10 ഗ്രാം സ്വർണത്തിന്. പല ഇതിലും വരുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. അതിൽ പഴയയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ഓർത്തിട്ടാണ് കേട്ടോ. 220 ഗ്രാം എന്ന് പറയുമ്പോൾ 1 ഗ്രാമിന് രൂപ എന്ന് പറയുമ്പോൾ 1 ഗ്രാമിന് 22 രൂപ. അപ്പോൾ ഒരു പവൻ വാങ്ങിക്കാനായിട്ട് ഏകദേശം നമുക്ക് പവൻ, നമ്മൾ സ്വർണം എപ്പോഴും മാലയായിട്ടും വളയായിട്ടൊക്കെയല്ലേ എന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 2000-നുള്ളിൽ ഉള്ള രൂപയിൽ നമുക്ക് ഒരു പവൻ മാലയായിട്ടോ വളയായിട്ടോ വാങ്ങിക്കാം. സപ്പോസ് നമ്മളങ്ങനെ ഒരു 10,000 രൂപ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും വലിയ ഒരു എമൗണ്ട്, ഒരു ഇൻഹെറിറ്റൻസ് ആയിട്ടോ എന്തെങ്കിലും ഒരു 10,000 രൂപ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കൂ. 200 രൂപ 10 ഗ്രാമിനുള്ളപ്പോൾ 10,000 രൂപ എത്ര സ്വർണം വാങ്ങിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അന്ന് ആ 10,000 രൂപ എന്ത് ചെയ്തു? ഇവർ ഫിക്സഡ് ഡിപ്പോസിറ്റ് അങ്ങ് കിട്ടും. സ്വർണ്ണമൊന്നും വാങ്ങിച്ചില്ല, അങ്ങനെ അവിടെ കിടന്നുകൊണ്ടിരിക്കും. ആ 10,000 രൂപ ഇന്ന്, അതായത് 50 വർഷങ്ങൾക്ക് ശേഷം എത്ര ആയിട്ടുണ്ടാകും നിങ്ങൾ പറയൂ? മാക്സിമം എത്ര ആകും? 5 വർഷം വെച്ച് ഇരട്ടിച്ചാൽ കൂടെ 10,000 5 വർഷങ്ങൾ കൊണ്ട് ഇരട്ടിച്ചാൽ പോലും 20,000 രൂപയായിട്ടുണ്ടാവും 5 കൊല്ലം കഴിയുമ്പോൾ അല്ലേ? പിന്നെ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ, അതായത് 10 വർഷം കഴിയുമ്പോൾ 40, 15 വർഷം കഴിയുമ്പോൾ 80. അത് ഞാൻ ഡബിൾ വെച്ച് കൂട്ടിയിട്ടാട്ടോ. 20 വർഷം കഴിയുമ്പോൾ 160 അല്ലേ? 25 വർഷം കഴിയുമ്പോൾ 320, 30 വർഷം കഴിയുമ്പോൾ 640, 35 വർഷം കഴിയുമ്പോൾ 8 അല്ലേ? 12, 640 എന്ന് പറഞ്ഞപ്പോൾ എത്രയായിരുന്നു? 80, 1280. പിന്നീട് പോട്ടെ, 25, 30, ഒരു 50 ലക്ഷത്തിൻ്റെ ഉള്ളിലല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. ആലോചിച്ച് നോക്കൂ. 10,000 രൂപ ഈ ഞാൻ പറഞ്ഞ കണക്കിന് പെരുകിക്കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് പെരുകില്ല. മാക്സിമം 30-35 ലക്ഷം രൂപയായിട്ടുണ്ടാവുള്ളൂ. അതേസമയം ഇന്ന് എത്ര രൂപയാണ് 100 പവന്? ഞാൻ ഈ 50 വർഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ. 10,000 രൂപ ഫിക്സഡ് ഇടുന്നതാണോ അപ്പോൾ സ്വർണം വാങ്ങിക്കുന്നതാണോ ലാഭം എന്ന്? ഉറപ്പായിട്ട് സ്വർണ്ണമല്ലേ അല്ലേ? അതാണ് ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാനുള്ളൊരു ഇഫക്റ്റ് സ്വർണത്തിനുണ്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും പറയും റിയൽ എസ്റ്റേറ്റിൽ ഇടാമെന്ന്. റിയൽ എസ്റ്റേറ്റ് ഓക്കെ, വെരി ഗുഡ്. പക്ഷെ പെട്ടെന്ന് പണമാക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ആ 10,000 രൂപയ്ക്ക് അന്നൊക്കെ ഒരു ഏക്കറൊക്കെ കിട്ടുമായിരിക്കും. ആ 1 ഏക്കർ ഇന്ന് ഉറപ്പായിട്ടും 6 കോടിയാണ് വില. നല്ല ഏരിയകളിലൊക്കെ ആ അല്ലെങ്കിൽ ഒരു കുറച്ച് ഉള്ളിലേക്കായി പോകണമെന്ന് വിചാരിക്കട്ടെ, അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് വില വ്യത്യാസമാണ്. എന്നാലും 3 മുതൽ 6 കോടി വരെ ഉണ്ടായിട്ടുണ്ടാകും. ആ പൈസ പോലും ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് പണമാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? അത് വരണം, പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ ടാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നാൽ പൈസയായിട്ട് വെച്ചാൽ അത് ഏത് രീതിയിലുള്ള പൈസ എന്നുള്ളതാണ്. പലപ്പോഴും മോണിറ്റൈസേഷൻ, ഡിമോണിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലേ? എന്തായിരുന്നു ആ പൈസ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കാരുടെ മുഴുവൻ പോയില്ല. അപ്പം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുക എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല. മേ ബി കുറച്ച് പണം നമുക്ക് നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, അന്ന് ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത് എല്ലാവരും ബാങ്കുകളിൽ കിടന്ന് ഓടുകയായിരുന്നില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത് അവർ മാറ്റി തരാനായിട്ട് 3 ലക്ഷം വരെയൊക്കെ പെട്ടെന്ന് മാറ്റി തരുമായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് പണം കയ്യിൽ വെക്കുന്നത് കുഴപ്പമില്ല, അത് ഏത് നോട്ടും ആയിക്കോട്ടെ, അത് RBI നമുക്ക് മാറ്റി തരും. RBI അങ്ങനെ മനുഷ്യരെ അതിന് വേണ്ടിയിട്ടാണല്ലോ RBI ഒക്കെ ഉള്ളത്.
അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നീട് പിന്നെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കമ്മോഡിറ്റീസ്, ഈ പറഞ്ഞ പോലെ സിൽവറും ഗോൾഡും ഒക്കെ കുറച്ച് നമ്മളുടെ കയ്യിൽ വേണം, കുറച്ച് റിയൽ എസ്റ്റേറ്റ് വേണം, കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് വേണം. ഇതെല്ലാം കുറേശ്ശെ എല്ലാവർക്കും വേണം. കുറച്ച് പണവും കയ്യിൽ വേണം. കുറച്ച് പണം എന്ന് പറയുമ്പോൾ ഒരു മാസം ഒരു 30,000-40,000 രൂപയാണ് ഒരാൾ ചിലവാക്കുക എങ്കിൽ മാക്സിമം ഒരു 50,000 രൂപ വീട്ടിൽ വെക്കുക എപ്പോഴും. അത് ചിലർക്ക് അതൊരു സേഫ്റ്റി കൺസേൺ ആണെങ്കിൽ 50,000 രൂപയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും എന്നുള്ളതാണ്. ഈ പകുതിയെങ്കിലും വെക്കുക, 25,000 വെക്കുക. അതൊക്കെ നമുക്ക് സൂക്ഷിക്കാമല്ലോ. പിന്നീട് വേറെയും ഒരു ചില അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ $1,000 US ഡോളർ അങ്ങനെ ഡിമോണിറ്റൈസ് ചെയ്യും, അതൊന്നും ചെയ്യുന്നത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതുകൊണ്ട് $1,000 എടുത്ത് പേഴ്സി വെക്കൂ എന്ന് ഒരു ഫിനാൻസ് വിദഗ്ധൻ പറയുകയുണ്ടായി. ഡോളറായിട്ട് തന്നെ, ആഗോള പ്രതിഭാസത്തിൽ തന്നെയാട്ടോ ഞാൻ പറയുന്നത്. ഈവൻ ഇന്ത്യക്കാർക്ക് ചെയ്യാതെ. കാരണം ഈ ഡോളറിൻ്റെ മൂല്യം നമ്മൾ പേഴ്സിലിരുന്നാലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ സാമ്പത്തിക വശമൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു പെട്ടെന്ന് നമുക്കൊരു പണം ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഡോളർ ഹെൽപ്പ് ചെയ്യുമല്ലോ. നമുക്ക് കൊണ്ട് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. എക്സ്ചേഞ്ച് ചെയ്യണ പല എക്സ്ചേഞ്ച് റേറ്റ്സ് തരുന്ന പരിപാടികളൊക്കെ ഇല്ലേ, മണി എക്സ്ചേഞ്ച് ബ്യൂറോസൊക്കെ ഇല്ലേ, അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പം അറിയില്ല, ഇതിൽ കൂടുതൽ അറിവുള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ അവിടെ നിന്നും വായിക്കുന്നതും ഈ പറഞ്ഞ ഫിനാൻസ് ഗുരുക്കൾ കുറേ ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ കേൾക്കുന്ന സാധനങ്ങൾ ഞാനൊന്ന് മലയാളത്തിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് തന്നെ എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യു തിങ്ക് ആൻഡ് സീ. അതൊരു നല്ല ഇതല്ലേ ഡോളറായിട്ട് എടുത്ത് വെക്കുന്നത്. ഞാൻ പണ്ട് US പോയപ്പോൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത് എത്ര രൂപയായിരുന്നു അന്ന് 100 തത്തുല്യം എന്ന്. ഞാൻ പോയത് 2010 ആ സമയത്താണ്. അപ്പോൾ 2010 സമയത്ത് $100 ഞാനെടുത്ത്, നമ്മളെല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എല്ലാം തിരിച്ചു വന്നു കഴിയുമ്പോൾ കാശ് കുറച്ചുണ്ടാവില്ല. അതിൽ ഞാൻ $100 ഇപ്പോഴും എടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്, പേഴ്സിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ബ്യൂറോയിൽ. അപ്പോൾ ആ $100 ഇന്നത്തെ വാല്യൂ വളരെയധികം കൂടിയിട്ടുണ്ട്. 70 രൂപ 80 രൂപയോളായില്ലേ, 8,000 രൂപയായില്ലേ. അന്ന് അത്ര ഒന്നും ഉണ്ടായില്ല, ഒരു 25-30 ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 50 താഴെയാണ്. അപ്പോൾ കുറച്ചൊരു അവിടെ ആ പേഴ്സിനകത്തിരിക്കുന്നതിനും ഒരു വാല്യൂ കൂടിയില്ലേ. അപ്പോൾ ഞാനും വിചാരിക്കുന്നു ശരിയാണല്ലോ, കുറച്ച് അധികം വെച്ചാൽ എന്താ കുഴപ്പം. 1000 ഒക്കെ ഇപ്പം നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ 80,000 രൂപയോളം അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് $1,000 തരുള്ളൂ. അങ്ങനെ കൈ വെക്കാവുന്നതിന് ലിമിറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോടൊക്കെ ചോദിക്കുകയോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്റ്റും അതൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ഇത് അനുവദനീയമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യുക കേട്ടോ. അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല. UAE പ്രശ്നമില്ല അങ്ങനെ ചെയ്യുന്നതിൽ. യു ക്യാൻ ട്രേഡ് ഇൻ ദിസ്. ഇതിനകത്തും നമുക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫോറിൻ കറൻസീസ് വാങ്ങിച്ചിട്ട് വിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് നമ്മൾ പഠിക്കുകയും ചെറുതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ മണി ഇൻഫ്ലോ ഉണ്ടാകും. വെറുതെ കുത്തിയിരിക്കുന്നതിൽ നല്ലതല്ലേ, അതുകൊണ്ട് പറയണേ. അതുപോലെ ഈ യൂട്യൂബിലൊക്കെ എനിക്കൊന്നും വലിയ വരുമാനമൊന്നും യൂട്യൂബിൽ ഉണ്ടായിട്ടല്ല കേട്ടോ ഞാനിതിൽ പറയുകയൊക്കെ ചെയ്യുന്നത്. വളരെ തുച്ഛമായിട്ട് $1 $2 ഒക്കെ ചിലപ്പം വരും. എന്നാലും ഞാൻ വിചാരിക്കുന്നത് $1 അവിടെ ഇരിക്കട്ടെ, ഞാനിതിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ പറയുന്നിട്ടില്ലേ, എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും വരുമാനം കിട്ടി, $100 കിട്ടി എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുക. അത് എടുക്കണ്ട, അല്ല അവിടെ കിടക്കട്ടെന്നേ. നിങ്ങൾക്കിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കേണ്ടെന്ന് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് ഇതാണ് വരുമാന മാർഗ്ഗം, എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൊന്നും അവിടെ കിടന്നോളൂ. അവരങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് തന്ന വരുമാനം നമ്മുടെ ഇതിനകത്ത് കിടന്നുള്ളൂല്ലോ. സോ ഇതൊക്കെ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. നിങ്ങൾ എൻ്റെ കൂട്ടുകാരികളോട്, അത് ആരും എനിക്ക് അധികം ആണുങ്ങൾ കേൾക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുറച്ചുകൂടി ഫിനാൻസ് നോളജ് ഉണ്ടാവുമല്ലോ നമ്മളെക്കാളും കൂടുതൽ, സ്വാഭാവികമായിട്ട് അല്ലേ. സോ ദാറ്റ് ഈസ് വൈ എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ നന്നായിട്ട് അറിയുന്നവരുണ്ടാകാം, അവർക്കത് യൂസ്ഫുൾ ആകത്തില്ലായിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവർക്കും ഈ ഡോളറൊക്കെ എന്താണെന്ന് അറിയില്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഫെഡറൽ ബാങ്കിലൊക്കെയാണ് നിങ്ങളുടെ അക്കൗണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ, സാറേ ഇങ്ങനെ ചെയ്യുന്നതിൽ നല്ലതാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു നോക്കണം നിങ്ങൾ. അവിടെ അവർ പറഞ്ഞു തരും. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സൊക്കെ ഉണ്ട്. ഒരിക്കലും നമ്മൾ മന്ദബുദ്ധികളായിട്ട് ജീവിക്കാൻ പാടില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും നന്മ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടുള്ളൂ. കുറേ പേര് നമ്മുടെ കൂടെ കൂടും ഇല്ലേ. നമ്മളൊരു ഒരിക്കലും ഒരു സമൂഹത്തിന് എതിരായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ മാത്രമല്ലേ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം തോന്നേണ്ട ആവശ്യം
ആവശ്യമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഒരു 25 വയസ്സിലൊക്കെ എനിക്ക് അറിവില്ലാതിരുന്ന കാര്യങ്ങളുണ്ട് കുറേ, എന്നിട്ട് പോലും ഞാൻ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. കാരണം പണം എന്ന് പറയുന്ന ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെറിയ രീതിയിൽ എനിക്കൊരു അവബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. അതില്ലാതിരുന്ന ആൾക്കാർ, ഇല്ലാതിരുന്നവരും പിന്നെ അതിനെക്കുറിച്ചൊരു ചിന്തയില്ലാത്തവരുമൊക്കെ ഇന്ന് എൻ്റെ അതേ പ്രായത്തിൽ അതേ സമയത്ത് ഇതേപോലെ കല്യാണം കഴിപ്പിച്ച് വിട്ടവർ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു പകുതി പോലും ഉണ്ടാക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ അവർക്കൊരു ഭയമാണ് എല്ലാത്തിനും. അയ്യോ ചേച്ചി, നമ്മൾ ഇതൊക്കെ എടുത്ത് സ്ഥലം മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഗോൾഡ് ഇങ്ങനെ മേടിച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദൈവമേ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണ്ടി വന്നാന്ന് ചോദിച്ച് FDയിൽ ഇട്ടുകൊണ്ടിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ്. ആ FDയിൽ ഇട്ട പണം ഉണ്ടല്ലോ, വെറുതെ ഗോൾഡ് കോയിൻ മേടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഒരു ജോലിയും ചെയ്യണ്ടായിരുന്നു. അത്രയും പണം അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ലൈക്ക് അവർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പേടിയാണ്. റുഡിമെൻ്ററി ആയിട്ടുള്ള സേവിങ്സിലാണ് അവർക്ക് വിശ്വാസമുള്ളൂ. ലൈക്ക് 10 ലക്ഷമൊക്കെ ഒരു വർഷം ശമ്പളം കിട്ടിയ ഒരു കുട്ടീനെ എനിക്കറിയാം കേട്ടോ. അവൾക്ക് വലിയ ചിലവൊന്നുമില്ല, വീട്ടിൽ കുറച്ച് സാരിയൊക്കെ വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ഭർത്താവിന് നല്ല ജോലിയാണ്, ഡോക്ടറാണ്. അപ്പോൾ കൂട്ടുകുടുംബത്തിലാണ് താമസം, ജോലിക്കാരുണ്ട്, അവരുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് വലിയ അങ്ങോട്ടേക്കൊന്നും വലിയ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ബാങ്കിൽ ജോലി ചെയ്യും, ബാങ്കിൽ കിടക്കും, സാരി മേടിക്കില്ല, നേരിയ പിശുക്ക് സ്വഭാവം ഉണ്ട് താനും, ഒന്നും വാങ്ങിക്കില്ല. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാം ടാക്സും ഒക്കെ പിടിച്ചിട്ടുള്ള എമൗണ്ടാണ് ഞാൻ പറയുന്നത്. 10 ലക്ഷം 30 വർഷമായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല എമൗണ്ട് ഉണ്ട് അതിനകത്ത്. പക്ഷേ അതിനെ ഈക്വലൻ്റ് ആയിട്ട് ഞാൻ ഗോൾഡിലേക്ക് മാറ്റി നോക്കുമ്പോൾ ഡിവാസ്റ്റേറ്റിംഗ് റിസൾട്ടായിരുന്നു. അതിൻ്റെ ആ എമൗണ്ട്, ആ കുട്ടിയുടെ കയ്യിലുള്ള എമൗണ്ടിനേക്കാളും 10 ഇരട്ടി വാല്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഗോൾഡ് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ. അതാണ്. പക്ഷെ അത് മൊത്തം ഇത് ഈ പറഞ്ഞ പോലെ ഹെഡ്ജിങ് ഇഫക്റ്റ് ആണ് ഗോൾഡ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാം അതിനകത്ത് ഇട്ടാലും ചിലപ്പം ഇറോഡായി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. ഇറോഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ കുറഞ്ഞു പോവുകയാണെങ്കിലും ഇതുവരെ ഗോൾഡിൻ്റെ ചരിത്രത്തിൽ വാല്യൂ കുറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ ട്രംപ് വാൾട്ട് തുറക്കാൻ പോകുന്നുണ്ട്. അവരുടെ ഗോൾഡ് ശേഖരം എത്രത്തോളം ഉണ്ട്, 19 വർഷമായിട്ട് അവർ ഓഡിറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് തുറക്കാൻ പോവുകയാണ്. അത് തുറന്നു കഴിഞ്ഞ് അതിനകത്ത് ഗോൾഡ് ശേഖരത്തിൽ ആരെങ്കിലും, അവിടെയും കറപ്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, ആരെങ്കിലും കൈയിട്ട് വാരിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ബാക്കിയുള്ള ഗോൾഡ് എവിടെ പോയി എന്നുള്ള അന്വേഷണം നടക്കും. ബാക്കിയുള്ള അപ്പോൾ അതിൻ്റെ എന്താണ് വാല്യൂ ഈക്വലാക്കും. എന്തിനാന്ന് വെച്ചാൽ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള ഗോൾഡ് ഇല്ലേ, അപ്പോൾ ഗോൾഡ് പ്രൈസ് ഔൺസിന് വില കൂട്ടും എന്നാണ് പറയുന്നത് സാമ്പത്തിക വിദഗ്ധർ. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ 1 ഗ്രാമാണെങ്കിലും മേടിക്കാൻ പറ്റുന്നവർ മേടിച്ചോളൂ. 1 ഗ്രാമാണെങ്കിലും. ഇപ്പം 1 ഗ്രാമിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 8000 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? 8000 രൂപ. ഞാൻ ജനിച്ച സമയത്ത് 22 രൂപ. ദൈവമേ, എൻ്റെ തൂക്കത്തിന് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റിയ ഞാൻ അന്ന് മുതലേ വാങ്ങിച്ചെങ്കിൽ അല്ലേ. പക്ഷേ പറ്റുന്നതല്ലേ പറ്റുള്ളൂ അല്ലേ. പോയത് പോയി. ഇനിയും ആളുകൾ പേടിക്കും, ഓ ഇനി കൂടത്തില്ലായിരിക്കും എന്ന് പറയും. അത് കൂടും. ആ വാല്യൂ ഓഫ് മണിയുടെ അനുസരിച്ച് ഗോൾഡിൻ്റെയും എല്ലാം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഓയിൽ പ്രൈസ്, ഗോൾഡ് പ്രൈസ്, ലാൻഡ് പ്രൈസ് എല്ലാം ഒരു കണക്ഷൻ ഉണ്ട്. തോന്നിയിട്ടില്ലേ? അതുപോലെ ഭൂമി വളരുന്നില്ലല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഭൂമിക്ക് വില കൂടുന്നതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, നീളത്തിലാണ് ഭൂമിയുടെ വില ഇനി വർദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇനി നീളത്തിലായിരിക്കും. വലിയ വലിയ ഫ്ലാറ്റ്സ് അല്ലേ ഇപ്പോൾ വരുന്നത്. ഇങ്ങനെ പരന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം കടലിലോട്ട് പോകണം. കടലിൽ നമ്മൾ അത് നികത്തി കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എല്ലാം ക്യാഷിൽ FD ഇടാതെ, എല്ലാം ക്യാഷിൽ ഗോൾഡ് വയ്ക്കാതെ, എല്ലാ ക്യാഷിലും റിയൽ എസ്റ്റേറ്റ് വയ്ക്കാതെ, എല്ലാത്തിലും FDയും ക്യാഷും കയ്യിൽ എല്ലാത്തിലും വയ്ക്കാതെ, ക്യാഷ് ഫോറിൻ കറൻസി ആയിട്ടും എല്ലാത്തിലും വയ്ക്കാതെ, നിങ്ങളുടെ കയ്യിലുള്ളത് ഇരുന്ന് ഒരു ഇൻവെൻട്രി എടുത്ത് ഈക്വലായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അസറ്റ്സിൽ ഈക്വലായിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് കുറച്ച് റിയൽ എസ്റ്റേറ്റ്, കുറച്ച് ഗോൾഡ്, കുറച്ച് ക്യാഷ് FD, കുറച്ച് ക്യാഷ് അറ്റ് ഹോം, കുറച്ച് ഫോറിൻ കറൻസി. ചേച്ചി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഞാൻ പുറത്തു പറയില്ല. അതൊക്കെ എൻ്റെ ട്രേഡ് സീക്രട്ടാണ്. ഞാൻ നിങ്ങൾക്ക് വായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളെ വീണ്ടും വരാം. 30 ദിവസം ഞാൻ ഇപ്രാവശ്യം സക്സസ്ഫുൾ ആക്കും കേട്ടോ കൂട്ടുകാരെ. മിനിമലിസമേ. അപ്പം ബൈ.